ബൈബിൾ എന്താണ്? ബൈബിൾ എന്താകുന്നു? ബൈബിൾ 40-ൽ പരം എഴുത്തുകാരാൽ 1600 വർഷങ്ങൾക്കുള്ളിൽ ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്ന 3 ഭൂഖണ്ഡങ്ങളിൽ എബ്രായ, അരാമ്യ, ഗ്രീക്ക് എന്ന 3 ഭാഷകളിലായി പലവിധ ആളുകളാൽ പണ്ഡിതന്മാർ, പാമരന്മാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, ന്യായാധിപന്മാർ, ശാസ്ത്രിമാർ, പുരോഹിതന്മാർ, ആട്ടിടയന്മാർ, മുക്കുവന്മാർ, ഡോക്ടർമാർ എന്നിവരടങ്ങുന്ന ഒരു വലിയ സംഘം ആളുകൾ കൊട്ടാരം, തടവറ, ഉദ്യാനം, മരുഭൂമി, ദ്വീപസമൂഹങ്ങൾ എന്നിത്യാദി പല സ്ഥലങ്ങളിലിരുന്ന് പരിശുദ്ധാത്മ നിയോഗത്താൽ എഴുതി പൂർത്തിയാക്കിയ 66 പുസ്തകങ്ങൾ അടങ്ങിയ ദൈവസ്വാസീയമായ ദൈവിക വെളിപ്പാടുകളുടെ വരമൊഴിയാണ് വിശുദ്ധ ബൈബിൾ. ലോകത്തിൽ തിരുവെഴുത്ത് എന്ന പേരിലുള്ള ഒരേ ഒരു പുസ്തകം അത് ബൈബിളാണ്. ബൈബിൾ ഒരു പുസ്തക സഞ്ചയമാണ്. ബൈബിൾ എന്താണ്? ദൈവത്തിന്റെ വെളിപ്പാട്, ലോകരക്ഷകന്റെ ചരിത്രം, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ, വെളിപ്പാടുകളുടെ ക്രോഡീകരണം, മനുഷ്യന്റെ ചരിത്രം, ലോകത്തിന്റെ ചരിത്രം, മനുഷ്യന് നേർവഴി കാട്ടുന്ന പുസ്തകം, സത്യഗ്രന്ഥം, ജീവന്റെ അക്ഷരങ്ങളുള്ള പുസ്തകം, ജീവന്റെ പുസ്തകം, പരിവർത്തനത്തിന്റെ പുസ്തകം, വെളിച്ചങ്ങളുടെ പുസ്തകം, അനുഗ്രഹത്തിന്റെ പുസ്തകം, കെട്ടുകഥകളില്ലാത്ത സത്യചരിത്രമുള്ള പുസ്തകം, ശാസ്ത്രത്തിന് പലപ്പോഴും തെറ്റുപറ്റുമ്പോൾ തെറ്റാത്ത ശാസ്ത്ര സത്യമുള്ള പുസ്തകം, അറിവിന്റെ പുസ്തകം, ആലോചനകളുടെ പുസ്തകം, പ്രത്യാശ തരുന്ന പുസ്തകം, ഗദ്യ കവിതകളുടെ പുസ്തകം, സങ്കീർത്തനങ്ങളുടെ പുസ്തകം, ഉപമകളുടെ പുസ്തകം, പാട്ടുകളുടെ പുസ്തകം, സാഹിത്യങ്ങളുടെ മാതാവ്, പരിജ്ഞാനിയാക്കുന്ന പുസ്തകം, സ്നേഹത്തിന്റെ ജ്വലനം, പാപത്തെ വെറുക്കുന്ന പുസ്തകം, വിശുദ്ധമായ പുസ്തകം, രക്ഷാ സന്ദേശം, വിശ്വാസത്തിന്റെ പുസ്തകം, പുസ്തകങ്ങളുടെ പുസ്തകം, സകലത്തിന്റെ ഈ കാരണങ്ങളുടെ പുസ്തകം, എന്നുമെന്നും നിലനിൽക്കുന്ന പുസ്തകം, ഒരു വലിയ കൂട്ടം ജനങ്ങൾ അംഗീകരിക്കുകയും എതിർക്കുകയും ചെയ്യുന്ന പുസ്തകം, ക്രൂരന്മാരാകുന്ന ചക്രവർത്തിമാരുടെയും മതമേലാളന്മാരുടെയും നേതാക്കന്മാരുടെയും തത്വചിന്തകന്മാരുടെയും നിരീശ്വരവാദികളുടെയും എതിർപ്പുകളെ ജയിച്ച് സഹസ്രാബ്ദങ്ങളായി ജയഭേരി മുഴക്കുന്ന പുസ്തകം. ബൈബിളിനെ എതിർത്തവരെല്ലാം താലടിയായി മൺമറഞ്ഞപ്പോൾ ഇന്നലെയും ഇന്നും എന്നും നിലനിൽക്കുന്ന പുസ്തകം, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ട ന്യായപ്രമാണ പുസ്തകത്തിന്റെ അതേ കോപ്പി, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന പുസ്തകം, എല്ലാ യുഗങ്ങളിലും ലോക പണ്ഡിതന്മാർ പരിശോധിക്കുന്ന പുസ്തകം, ലോകത്തിലെ ഏറ്റവും അധികം ഭാഷകളിൽ അച്ചടിച്ച പുസ്തകം, ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങളിൽ പ്രിന്റ് ചെയ്ത ഏക പുസ്തകം, ലോകത്തിലെ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന ഏക ഗ്രന്ഥം, ലോകത്തിലെ ഏറ്റവും അധികം വിവർത്തനം ചെയ്ത പുസ്തകം, പല ഭാഷകളിലായി 500 കോടിയിലധികം വിറ്റഴിക്കപ്പെട്ട പുസ്തകം, 8500 ഭാഷകളിലേക്ക് തർജ്ജിമ ചെയ്ത ഏക പുസ്തകം, ലിപികൾ പോലും ഇല്ലാത്ത ഭാഷകൾക്ക് ലിപികൾ നൽകിയ പുസ്തകം, ലോകത്തിലെ സകല വിഷയങ്ങളും കൈകാര്യം ചെയ്യുകയും അവയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്ന പുസ്തകം, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഭാഷകളിലും വർഗങ്ങളിലും എത്തിച്ചേർന്ന പുസ്തകം, ലോകത്തിലെ ഏറ്റവും വിലയുള്ള പുസ്തകം, 100 കണക്കിന് പലവിധ വലിപ്പത്തിൽ വിസ്മയം ഉളവാക്കുന്ന രീതിയിൽ അച്ചടിപ്പിക്കപ്പെട്ട പുസ്തകം, ലക്ഷക്കണക്കിന് സിനിമകൾ ഇറക്കിയ പുസ്തകം, കോടി കോടി ജനങ്ങൾ പ്രസംഗിക്കുന്ന പുസ്തകം, സ്വർഗത്തിലേക്ക് വഴികാട്ടുന്ന പുസ്തകം, ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ പുസ്തകത്തിൽ നിന്ന് ഡോക്ടറേറ്റ് എടുക്കുന്നതായ മഹൽ ഗ്രന്ഥം, ലക്ഷക്കണക്കിന് പാട്ടുകൾ ഇറക്കിയ പുസ്തകം, കോടിക്കണക്കിന് പുസ്തകങ്ങൾ ഇറക്കിയ പുസ്തകം, കോടിക്കണക്കിന് ജനങ്ങൾ പഠിക്കുകയും ചെയ്യുന്ന പുസ്തകം, രോഗികൾക്ക് ആശ്വാസം നൽകുകയും രോഗശാന്തി വരുത്തുകയും ചെയ്യുന്ന പുസ്തകം, പാപികൾക്ക് മോചനത്തിന് വഴികാട്ടുന്ന പുസ്തകം, സകല ശാപങ്ങളും തകർക്കുന്ന പുസ്തകം, ജീവിതയാത്രകളിലെ തകർച്ചകളെ മാറ്റുന്ന പുസ്തകം, സമാധാനമില്ലാത്തവർക്ക് സമാധാനം നൽകുന്ന പുസ്തകം, ആകാശം ഭൂമിയും മാറിയാലും മാറ്റം വരുത്തുവാൻ കഴിയാത്ത പുസ്തകം, രാജ്യങ്ങളെയും ദേശങ്ങളെയും കുടുംബങ്ങളെയും വ്യക്തികളെയും സ്ഥാപനങ്ങളെയും പരിഷ്കാരത്തിലേക്ക് നടത്തിയ പുസ്തകം, പാപത്തിന്റെയും രോഗത്തിന്റെയും ലോകത്തിന്റെയും സാത്താന്റെയും സകലവിധ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുന്ന പുസ്തകം, വിമോചനത്തിന് ശംഖുനാദം മുഴക്കുന്ന പുസ്തകം, ലോകത്തിൽ ആദ്യമായി എഴുതപ്പെട്ട പ്രമാണങ്ങൾ അടങ്ങിയ പുസ്തകം. ഇതാകുന്നു ബൈബിൾ. യെസ്, ഇതുതന്നെ ബൈബിൾ. ആമേൻ.